ഈ ഹണിമൂൺ പോയിട്ട് വന്നതിന് ശേഷമാണ് പനി കിട്ടിയത്. ആര് പോയി? മറ്റേ ഒരു ട്രിപ്പൊക്കെ പോയില്ലേ? ഞങ്ങൾ എവിടെയും പോയില്ല. ഞങ്ങൾ പോയത് ഞാൻ ഹൈദരാബാദിൽ NFTC നെറ്റ്ഫ്ലിക്സിൻ്റെയും ഈ പേൾ അക്കാഡമിയുടെയും ഒരു ട്രെയിനിങ് പ്രോഗ്രാം വോയിസ് ബോക്സ്, അത് ഞാൻ വോയിസ് ട്രെയിനറാണ്, നേരത്തെയും ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് ചെയ്യാൻ വേണ്ടി ഹൈദരാബാദ് പോയി. ഹൈദരാബാദ് പോയപ്പോൾ ശരി കുഞ്ഞുങ്ങളും കുട്ടികളും ഇവിടെ ഇല്ലേ, അവർ വൈകുന്നേരം നമുക്ക് പുറത്ത് പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് അവർ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ എല്ലാ പ്രേക്ഷകരെയും പറ്റിക്കുകയായിരുന്നു ക്രിസും ദിവ്യയും എന്നുള്ളതാണ് ആ ചോദ്യം. കാരണം ഇപ്പോൾ തന്നെ നിങ്ങൾ കേട്ട് കാണും, ക്രിസിൻ്റെ ഓഡിയോ ശബ്ദമാണിത്. ഹണിമൂണിന് പോയിട്ടില്ല എന്നുള്ളതാണ് ക്രിസ് പറയുന്നത്. അതായത് ഹൈദരാബാദിൽ ദിവ്യയും ദിവ്യയുടെ മക്കളും ക്രിസും എല്ലാവരും കൂടി ചേർന്ന് പോയത് ഒരു വർക്കിൻ്റെ ആവശ്യത്തിനാണ്, അല്ലാതെ ഹണിമൂൺ ആവശ്യത്തിനല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇരുവരും ഒക്കെ തന്നെയാണ് ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നത്. മക്കളെയും കൊണ്ട് ഹണിമൂണിന് പോവുകയാണ് എന്ന തരത്തിൽ തന്നെയായിരുന്നു ആ ചിത്രങ്ങളെല്ലാം പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയൊരു അഭിമുഖത്തിൽ ക്രിസ് പറയുന്ന കാര്യമേ വെവ്വേറെയാണ്. ക്രിസ് പറയുന്നത് അങ്ങനെ ഹണിമൂണെ സംഭവിച്ചിട്ടില്ല, അങ്ങനെ ഹണിമൂണെ നടന്നിട്ടില്ല, ഇതെല്ലാം ഒരു വർക്കിൻ്റെ ഭാഗമായിട്ടാണ് പോയത്, അല്ലാതെ ഹണിമൂണുമായി ബന്ധപ്പെട്ടല്ല താനും ദിവ്യയും യാത്ര ചെയ്തത് എന്നുള്ളതാണ് ക്രിസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നാളിത്രയുമായിട്ട് പോലും ഹണിമൂണുമായി ബന്ധപ്പെട്ട് ഇരുവരും യാത്ര ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദിവ്യയും ക്രിസും വിചാരിച്ചതുപോലെയല്ലേ വിവാഹ ജീവിതം തങ്ങളെ കൊണ്ടുപോകുന്നത് എന്നത് സംബന്ധിച്ചും കാര്യങ്ങൾ ഇപ്പോൾ മാറി മറിയുകയാണ്. എന്തൊക്കെയാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ചും മനസ്സിലാവുന്നില്ല. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 ആഴ്ചയോളം പിന്നിടുകയാണ്. അതിനുശേഷവും ഇവരുടെയും വാർത്തകളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായിരുന്നു, ചർച്ചയായിരുന്നു. ഈ ഒരു ചർച്ചാ വിഷയത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഹണിമൂൺ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ അതൊന്നുമല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്, അതൊന്നുമല്ല കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഇരുവരും ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഇപ്പോൾ ക്രിസും ദിവ്യയും ചേർന്നുള്ള ഈ അഭിമുഖത്തിൽ പോലും ക്രിസ്സാണ് മറുപടി പറയുന്നത്. ദിവ്യ ഒരക്ഷരം മിണ്ടുന്നില്ല. നമുക്കറിയാം വിവാഹ സമയത്ത്, പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ ഉടനെ ക്രിസ്സാണ് സംസാരിക്കാതിരുന്നതും ദിവ്യ സംസാരിച്ചു കൊണ്ടിരുന്നതും. ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു തുടങ്ങി. എന്താണ് ഇരുവരുടെയും വിവാഹ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ചും യാതൊരു വ്യക്തതയും ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇരുവരും ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പങ്കുവയ്ക്കുമെങ്കിൽ പോലും യാതൊരു രീതിയിലും എന്താണ് ഇരുവരും പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് എന്നതൊന്നും ക്യാപ്ഷനിലോ മറ്റ് ടെക്സ്റ്റിലായിട്ടൊന്നും പറയാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൺഫ്യൂഷൻ ഉടലെടുക്കുന്നത് എന്നും നിസ്സംശയം പറയാൻ സാധിക്കും.